ഗൈസ്, ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ധാവണി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്കേർട്ടും ടോപ്പും സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആഡി സെയിലിന് മേടിച്ചൊരു സാരിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബ്ലൗസ് ബിറ്റാണ് കേട്ടോ ഇത്. സാരി ഫുള്ളും ഇതേപോലെ പ്ലെയിൻ വന്നിട്ട് ബോർഡറാണ് കേട്ടോ. സംതിങ് 849 രൂപയ്ക്ക് എടുത്തതാണ് കേട്ടോ ജോളി സിൽക്സിൽ നിന്ന്. ഈ ഒരു റെഫറൻസ് പിക്കാണ് മനസ്സിലുള്ളത്. അപ്പോൾ സ്കേർട്ട് ആൻഡ് ടോപ്പായാലും ധാവണി ആയാലും ഇതേ ഒരു ഔട്ട്ലുക്ക് വരണം എന്ന് കരുതി വാങ്ങിയ ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ സാരിയുടെ ബ്ലൗസ് ബിറ്റ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ബ്ലൗസ് ബിറ്റും അതേപോലെ മുന്താണിയും പിന്നെ ഈ വരുന്നൊരു ഭാഗം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് വിട്ടിട്ട് സംതിങ് 4 മീറ്ററോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ 3 ഇഞ്ച് വീതിയിൽ നെക്ക് വിത്തും അതേപോലെ ഒരു 5.5 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലൊരു നെക്ക് ഷേപ്പ് ഡ്രോ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഈ ഒരു നെക്ക് ലൈനിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ. ബാക്ക് നെക്ക് ജസ്റ്റ് റൗണ്ട് നെക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. ബാക്കിൽ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഫ്രണ്ടിൽ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിൽ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻട്രലായിട്ട് ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ വിട്ട് കൊടുക്കണം കേട്ടോ. ഹുക്ക് വെക്കാനുള്ള പടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ ഇതേപോലെ പേപ്പറിൽ നമ്മുടെ ചെസ്റ്റ് അളവ് അനുസരിച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടാണേത്, അതേപോലെ ബാക്ക്. ഞാൻ ആദ്യം ഫ്രണ്ടിലും ബാക്കിലും ഹാൻഡ് വർക്ക് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ചെയ്തു വന്നപ്പോൾ ഞാൻ ബാക്ക് വശം വേണ്ടാന്ന് കരുതി. അങ്ങനെതാ ബാക്ക് പാർട്ടും ആയി. ഇനി നമുക്ക് സ്ലീവിനും ഇതേപോലെ പേപ്പർ ഞാൻ നമ്മുടെ അളവിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ചെയ്തു വെച്ചിട്ട് ഒരുപാട് നാളായിട്ടോ. ഞാൻ പറഞ്ഞില്ല, ആഡി സെയിലിന് മേടിച്ചതാണ്. ഇത് അടുത്ത വർഷം ആഡി സെയിൽ ആവാറായി. എന്നിട്ട് ഞാനിത് ഇപ്പോഴാണ് ഹാൻഡ് വർക്ക് ഓൾമോസ്റ്റ് കുറച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ബാലൻസ് സ്ലീവ് മാത്രം ഫുൾ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട് നെക്ക് ചെയ്തത്. അങ്ങനെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം എനിക്ക് 9 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 4.5 വീതം വരും. അപ്പോൾ 4 ഇഞ്ചിന് മാത്രമാണ്, 4ഉം 4ഉം 8 ഇഞ്ചിനാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ചിന് ചെയ്യുന്നില്ല കേട്ടോ. അഥവാ എന്തെങ്കിലും എന്താ പറയുക, അത്രയും ചെയ്തെടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. മുത്തിൽ കയറി സൂചി കുടുങ്ങിയിട്ട് സൂചി പൊട്ടിപ്പോകാനും എല്ലാം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് മാത്രം എപ്പോഴും ഹാൻഡ് വർക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ ഫ്രണ്ട് നെക്ക് ചെയ്യുമ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടേക്കണം കേട്ടോ. എന്താ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പണികളുണ്ട്. ഇത്രയും മാർക്ക് ചെയ്തെടുക്കുക, കുറച്ച് പണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഹാൻഡ് വർക്ക് കുറച്ച് എക്സ്പെൻസായിട്ട് ഉള്ളത് കേട്ടോ. നമ്മൾ അത്രയ്ക്ക് പണി എടുക്കുന്നുണ്ട് അതിനകത്തിൽ. എന്നിട്ടിതാ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മാർക്ക് ചെയ്യുമ്പോൾ മാഞ്ഞു പോകാത്ത ഒരു ചോക്ക് പീസിൽ മാർക്ക് ചെയ്താൽ മാഞ്ഞു പോകില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേനും മാഞ്ഞു പോകാൻ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ബാക്കും കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചെയ്തു വന്നപ്പോൾ ബാക്കിലൊന്നും ചെയ്തില്ല. സ്ലീവിലാണ് കേട്ടോ ആദ്യം ഞാൻ ചെയ്യുന്നത്. എക്സ്ട്രാ പീസസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ആദ്യം ഫസ്റ്റ് ലെയർ ഷുഗർ ബീഡ്സിൽ കൊടുക്കുവാണ് കേട്ടോ. ഇത് പ്രീമിയം ക്വാളിറ്റിയുടെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ചെയിൻ സ്റ്റിച്ച് ഒഴിവാക്കിയത്. ചെയിൻ സ്റ്റിച്ച് ഇല്ലാതെ എനിക്ക് നന്നായിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാനും സ്ലീവ് ഫിനിഷ് ചെയ്യാനും പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ അത് സ്കിപ്പ് ചെയ്തത്. പുറത്തായിരുന്നു ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ, നമ്മളല്ല സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്തേനെ കേട്ടോ.
അപ്പോൾ ആദ്യത്തെ ലെയർ ഷുഗർ ബീഡ്സ് കൊടുത്തു. പിന്നൊരു ചെയിൻ സ്റ്റോണാണ് കേട്ടോ കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെയർ നമ്മൾ ഗം ഒട്ടിക്കാതെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അത് ഞാൻ ഗം ഒട്ടിക്കാതെ ട്രൈ ചെയ്യുവാണ്. പിന്നെ കാര്യം നടക്കത്തില്ല, ഒരുപാട് ടൈം എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഗം ഒട്ടിച്ചു. ഗം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി അത് ഉണങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൂചിക്കകത്തിൽ ഗമ്മ് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ എന്താ പറയുക, അതുകൂടെ ഒട്ടിക്കാതിരുന്നാൽ അതിലും ടൈം എടുക്കും കേട്ടോ. എനിക്കങ്ങനെയാണ്. അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്തിട്ട് മൂന്നാമത്തെ ലെയറും വീണ്ടും ഷുഗർ ബീഡ്സ് തന്നെ കൊടുക്കുവാണ് കേട്ടോ. ഞാൻ ആദ്യം ആൻറ്റിക്ക് ബീഡ് കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് എല്ലാവരും ചോദിക്കുന്ന ആൻറ്റിക് ബീഡാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആൻറ്റിക് ബീഡ് കുറവായിരുന്നു. ബട്ട് ഈ നമ്മൾ സ്റ്റോക്ക് കണക്കിന് ഈ ഷുഗർ ബീഡ്സ് മേടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഗോൾഡൻ കളർ സ്റ്റോക്ക് ഒരുപാടുള്ളതുകൊണ്ടാണ് കേട്ടോ അത് ഇട്ട് ചെയ്തത്. അപ്പോൾ തേർഡ് ലെയറും കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. പിന്നീട് ചെയ്യുന്നത് 2mm ഗോൾഡൻ കളർ വൺ ബീഡാണ് കേട്ടോ. അപ്പോൾ ഫോർത്ത് ലെയർ 2mm ബീഡ് വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുവാണേ. ഞാൻ എപ്പോഴും ഈ 2mm 5mm ബീഡെല്ലാം ചെയിനിലാണ് കേട്ടോ വരുന്നത്. ഒരു ബഞ്ച് ചെയിനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴോ മേടിച്ചപ്പോൾ ആ ചെയിൻ മൊത്തം പൊട്ടിച്ചളഞ്ഞു കേട്ടോ. ചെയിനിൽ തന്നെ ആയിരുന്നെങ്കിൽ നമുക്കൊന്നുകൂടെ കോർത്തെടുക്കാൻ ഈസി ആയിരുന്നു കേട്ടോ. ആ ബഞ്ച് ഒരിക്കലും പൊട്ടിക്കാൻ നിൽക്കല്ലേ. പിന്നെ നെക്സ്റ്റ് ലെയർ വീണ്ടും ഷുഗർ ബീഡ്സ് തന്നെ കൊടുക്കുവാണേ. ഓൾമോസ്റ്റ് അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ക്ലിപ്പ് സ്റ്റോൺ ആണ് ഞാൻ എടുക്കുന്നത്. ക്ലിപ്പ് സ്റ്റോൺ ഇതേപോലെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോഴില്ലേ, ഇത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതുവരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു സംഭവമല്ല, ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. ഇതേപോലെ കറക്റ്റ് ഗ്യാപ്പായിരിക്കണം. നമ്മൾ 1/2 ഇഞ്ചെങ്കിൽ 1/2 ഇഞ്ച് തന്നെ ഗ്യാപ്പിൽ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭംഗി കിട്ടില്ലേ. ഇതേപോലെ അതിൻ്റെ ചുറ്റിനും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതേ രീതിയിൽ എല്ലാത്തിനും ചെയ്തെടുക്കണേ. അല്പമല്ല, നല്ല ടൈം എടുത്തൊരു വർക്കാണ് കേട്ടോ. ഒരു സ്ലീവ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ നല്ല ടൈം എടുത്തു. ഈ രീതി നമുക്ക് ഫുള്ളി ചെയ്തെടുക്കാവേ.
ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ ആ ലെയർ. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് വീണ്ടും ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ ബ്ലൗസ് പീസിനകത്തിൽ ആ ബോർഡറിനകത്തിൽ ചെറിയ വർക്കുകൾ വ്യൂവിങ്സ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ ഹാൻഡ് വർക്ക് കൊടുക്കാൻ. അതിലും വെറൈറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീവിങ്സും പിന്നെ നമ്മുടെ ഹാൻഡ് വർക്കും മൊത്തത്തിൽ എല്ലാം കൂടെ കുളമായി പോകും കേട്ടോ, ഒട്ടും ഭംഗി കിട്ടില്ല. അപ്പോൾ അതിനെ ആ വ്യൂവിങ്സിനെ ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ ബ്ലൗസിൻ്റെ ലുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. ആ ഒരു ലെയർ കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും 2mm ബീഡ് വെച്ചിട്ട് വീണ്ടും ഒരു ലൈൻ കൊടുക്കുവാണേ. ഞാൻ മാക്സിമം വീഡിയോ പോസ് ചെയ്യാതാണ് കേട്ടോ ഫുള്ളി കവർ ചെയ്ത് ഈ വീഡിയോ എടുത്തത്. അതുകൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒന്നുകൂടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ താഴെ ക്രിയേറ്റ് ചെയ്ത ലെയർ തന്നെ നമ്മുടെ ബോർഡറിൻ്റെ മുകളിലൂടെ ആ സെയിം വർക്ക് തന്നെ മുകളിലൂടെ ചെയ്താൽ ഒന്നുകൂടെ ഹൈലൈറ്റ് ആവും കേട്ടോ നമ്മുടെ ബോർഡർ. അതും കംപ്ലീറ്റ് ആയി. അപ്പോൾ ദാ ഇതേപോലെ ഒരു 2mm ക്ലിപ്പ് സ്റ്റോൺ ആയിരിക്കും, വൈറ്റ് കളറാണ് കേട്ടോ. അതുകൂടെ ഞാൻ ഇതേ രീതിയിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒട്ടിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഇനി ഇത് ഉണങ്ങാനായിട്ടൊരു ഗ്യാപ്പ് വരും കേട്ടോ. അപ്പോൾ ആ ഉണങ്ങുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേനും ഇത് ഉണങ്ങിയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹാൻഡ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാറ്. അതത്ര ഒട്ടിച്ചെടുത്തു. ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേനുമാണ് കേട്ടോ അടുത്തത്. അപ്പോൾ ദാ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല ടൈം എടുത്തൊരു ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ ഇത്. നല്ല ഹെവി വർക്കാണ്. അപ്പോൾ എപ്പോഴും പുറത്തുള്ളവർക്കാണ് നമ്മൾ ബ്രൈഡൽസിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസിനാണ് ഇത്ര ഹെവി ആയിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. അതും എന്താണ് പറയുക, ഭയങ്കര ഹറിബറിയായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ബ്രൈഡൽ ബ്ലൗസസ് ചെയ്യാറ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തീരെ ടൈം കിട്ടില്ല. ഓൾമോസ്റ്റ് ഹെവി വർക്കാണ്. അതിൻ്റെ കൂടെ ടൈം കൂടി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് അല്പം അങ്ങനെ ഞാൻ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്യാറില്ല. കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മളങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഹെവി ആയിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു സാരിക്ക് എനിക്ക് ചെയ്യണം എന്ന് എന്തോ തോന്നി. അതും ഇപ്പോൾ 1 വർഷത്തോളം ആയി ചെയ്യണം എന്ന് തോന്നിയിട്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ അത് മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തോന്നുന്നൊരു തോന്നൽ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് പെൻഡിങ് ആയിട്ട് കിടക്കും കേട്ടോ.
ഓൾമോസ്റ്റ് ആ ലെയർ കംപ്ലീറ്റ് ആവാറായിട്ടോ. ആ ഫ്ലവർ കഴിയുമ്പോൾ ലോക്കിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്യുന്നത്. ഓരോ ഫ്ലവറിനും ലോക്കിട്ട് വരുന്നത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. നെക്സ്റ്റ് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് വീണ്ടും ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, എൻ്റെ ആ ബ്ലൗസിൻ്റെ ബോർഡറിനെ ഹൈലൈറ്റ് ചെയ്ത് മാത്രമാണ് കേട്ടോ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ആരും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതിനി കാണാം കേട്ടോ. ബൈ.